കഴിഞ്ഞ ദിവസമാണ് ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് ചൈനയും ഇന്ത്യയും ഒന്നിക്കണം എന്ന് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ചൈനയും ഇന്ത്യയും രണ്ടും ശത്രുക്കളായി കഴിയേണ്ട രാജ്യമല്ല, അല്ലെങ്കിൽ രണ്ട് കരവഴി ഒഴുകേണ്ട നദികളല്ല, ഒന്നിച്ചു ചേർന്ന് ഒഴുകണം എന്നൊക്കെയാണ് വാങ് യി പറഞ്ഞത്. അതേസമയം ചൈനയുടെ ഈ പ്രസ്താവനയോട് ഇന്ത്യ യാതൊരുവിധ പ്രതികരണവും രേഖപ്പെടുത്തിയിട്ടുമില്ല. എന്നാൽ ഇന്ന് കരസേനാ മേധാവി പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ചൈനയെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് ഇന്ത്യ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ചൈനയും പാകിസ്ഥാനും ഒറ്റക്കെട്ടാണ്. രണ്ടുപേരും ഇന്ത്യയെ തകർക്കാനുള്ള ഗൂഢാലോചനകൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഗൂഢാലോചനയിൽ എന്തായാലും ഇന്ത്യ ചെന്ന് വീഴരുത് എന്നാണ് കരസേനാ മേധാവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. US-ഉമായുള്ള വ്യാപാര ബന്ധം രൂക്ഷമാകുന്ന ആശങ്കകൾക്കിടയിൽ ഡ്രാഗൺ ഇന്ത്യയിലേക്ക് സൗഹൃദത്തിന്റെ കരങ്ങൾ നീട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ചൈനയെ ഒരു തരത്തിലും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇന്ത്യ ഇപ്പോൾ പുതിയൊരു സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയാണ്. ആ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് എല്ലാ വെല്ലുവിളികളെയും ഇന്ത്യക്ക് നേരിടാൻ സാധിക്കും എന്നും ഇന്ത്യൻ സൈന്യം എന്തിനും പൂർണ്ണ സജ്ജമാണ് എന്നുമാണ് ഇപ്പോൾ കരസേനാ മേധാവി പറഞ്ഞിരിക്കുന്നത്. മറുവശത്ത് വേറൊരു പ്രശ്നം കൂടെയുണ്ട്. US-ൽ നിന്ന് വില കൂടിയ F-35 വിമാനങ്ങൾ വാങ്ങുന്ന വിഷയത്തിൽ ഇന്ത്യക്ക് F-35 വിമാനങ്ങൾ നൽകുന്നതിന് US പ്രസിഡന്റ് ട്രംപ് ഔദ്യോഗിക നിർദ്ദേശം ഇതുവരെ നൽകിയിട്ടില്ല. എയർ ചീഫ് മാർഷൽ AP സിംഗ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ചൈനയും പാകിസ്ഥാനും തമ്മിൽ വലിയൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതായത് ചൈനയുമായി ഇന്ത്യ അടുക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കാം പ്രധാനമായും US F-35 വിമാനങ്ങൾ ഞങ്ങൾക്ക് തരണമോ വേണ്ടയോ എന്നുള്ള തീരുമാനം എടുക്കുന്നത് എന്നാണ് നിലവിൽ ഇന്ത്യ കരുതുന്നത് എന്ന് സാരം. ചൈന ഇന്ത്യക്ക് ഈ ഹസ്തം നീട്ടിയിരിക്കുന്ന ആ സാഹചര്യത്തിൽ, അതായത് സഹായ ഹസ്തം നീട്ടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ത്യ അത് സ്വീകരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ചൈന നമ്മളെ ചതിച്ചേക്കാം. എന്നാൽ അമേരിക്ക നമുക്ക് F-35 വിമാനങ്ങൾ തരാതെയുമാകും. പക്ഷേ ഇന്ത്യ ഒരിക്കലും ചൈനയുടെ ആ ഒരു സഹായം, അല്ലെങ്കിൽ ചൈനയ്ക്ക് സഹായം ചെയ്യുന്ന ഒരു നിലപാടും എടുക്കാൻ യാതൊരുവിധ സാധ്യതയുമില്ല. അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് ഇപ്പോൾ യാതൊരുവിധ പ്രശ്നവുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ചൈന പാകിസ്ഥാനുമായിട്ട് നല്ല ടൈപ്പിലാണ്. പാകിസ്ഥാനും ചൈനയും ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുമുണ്ട്. എന്തായാലും ഇരു മുന്നണികളും ഇന്ത്യക്ക് ഭീഷണി ഉയർത്തുന്നുണ്ടെന്ന് കരസേനാ മേധാവി ഉപേന്ദ്ര ദ്വിവേദി പറഞ്ഞു. അതായത് പാകിസ്ഥാനും ചൈനയും. ഇതോടൊപ്പം ഭാവിയിലേക്കുള്ള സൈന്യത്തിന്റെ തയ്യാറെടുപ്പുകൾ, ലോകത്തിലെ നിലവിലെ സംഘർഷങ്ങളിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ, ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ, യഥാർത്ഥ നിയന്ത്രണ രേഖയിലെയും സ്ഥിതി ചെയ്യുന്ന സ്ഥിതി എന്നിവ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇന്ത്യൻ സൈന്യം വളരെ വേഗത്തിൽ സാങ്കേതികവിദ്യ സ്വീകരിക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ പൂർണ്ണമായും ഇന്ത്യൻ സൈന്യം സജ്ജമാണ്. ചൈനയുമായി വീണ്ടും ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യ എത്രത്തോളം തയ്യാറാണ് എന്ന വിഷയത്തിൽ ഡ്രോൺ സാങ്കേതികവിദ്യ ഉൾപ്പെടുന്ന എല്ലാ ഉയർന്നു വരുന്ന സാങ്കേതികവിദ്യകളിലും ഇന്ത്യ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കരസേനാ മേധാവി പറഞ്ഞത്. AK-47 വെടിവെക്കാനും മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന ഡ്രോണുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. ചൈനയുടെ ഡ്രോൺ ആക്രമണം ഉണ്ടായാൽ തിരിച്ചടിക്കാൻ ഇന്ത്യയും പൂർണ്ണ സജ്ജമാണ് എന്നാണ് കരസേനാ മേധാവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ചൈനയെ ഒരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കില്ല. യുദ്ധം ഒരു രാജ്യത്തിന്റെ താല്പര്യത്തിനനുസരിച്ചല്ല. എന്നാൽ അത്തരം ഒരു സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യൻ സൈന്യം അതിന്റെ തന്ത്രത്തിന്റെയും ശക്തിയുടെയും അടിസ്ഥാനത്തിൽ പ്രതികരിക്കാൻ പൂർണ്ണമായും തയ്യാറാണ്, തങ്ങൾ സജ്ജരാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ അഗ്നിവീർ പദ്ധതി വലിയൊരു പങ്ക് വഹിക്കും എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.